ഖദീജ സമ. സഹോദരങ്ങളെ, ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ മറക്കാനാവാത്ത പേരുണ്ട്. ആയുൾ അധികം കൊണ്ടത് അതുവേദാൻ. മനിത വളർച്ചയ്ക്ക് 30 വന്നാൽ മുற்றுപുള്ളി. ഇറ്റ്സ് മീ സമ. ഇന്നും നാളെയായിട്ട് എൻ്റെ സ്കൂളിൽ കലോത്സവമാണ്. അതുകൊണ്ട് ഇന്ന് ഇനാഗ്രേഷൻ ആയതുകൊണ്ട് എനിക്ക് ആങ്കറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ സാധാരണ മാതിരി തന്നെ തമിഴ് പദ്യത്തിനും ഇംഗ്ലീഷ് പോയം റെസിറ്റേഷനാണുള്ളത്. അപ്പോൾ നമുക്ക് കലോത്സവ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾ ഇപ്രാവശ്യത്തെ കലോത്സവത്തിൻ്റെ പേര് വൈഭവം 2025 എന്നാണ്. 4 ഗ്രൂപ്പാണുള്ളത്: ഗംഗ, യമുന, കാവേരി, നിള. ഞാൻ യമുന ഗ്രൂപ്പിലാണുള്ളത്. നമുക്ക് രാവിലെ തന്നെ നമ്മളെ ചെസ് നമ്പറൊക്കെ കിട്ടും. എനിക്ക് എൻ്റെ ചെസ് നമ്പർ കിട്ടി. ഞാൻ പിന്നെ തമിഴ് പദ്യവും ഇംഗ്ലീഷ് റെസിറ്റേഷനും പിന്നെ ഞാൻ ഇംഗ്ലീഷ് സ്പീച്ചിനും കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ സിംഗിൾ ഐറ്റത്തിന് മാത്രമായിരുന്നു ഉള്ളത്. ഗ്രൂപ്പ് ഐറ്റത്തിന് ഞാൻ ഒന്നിനില്ലായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ നമ്മൾ ഇനാഗ്രേഷൻ കുറച്ച് വെറൈറ്റി ആയിട്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ആങ്കറിങ്ങോ പിന്നെ കുറേ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ടായിരുന്നു ഇപ്രാവശ്യം. ഹായ്, ഞാൻ ഖദീജ സമ. സഹോദരങ്ങളെ, ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ മറക്കാനാവാത്ത പേരുണ്ട്. അതാണ് നമ്മുടെ സമുദ്രപാത കണ്ടെത്തി ഇന്ത്യയുമായി ബന്ധിപ്പിച്ച വാസ്കോ ഡ ഗാമ. ഹായ്, ഞാൻ മിഷൽ. വാസ്കോ ഡ ഗാമയും കുഞ്ഞാലി മരക്കാറും സാമൂതിരിയുടെയും കഥ പറയുന്ന തിരമാലകൾ തഴുകുന്ന കൊയിലാണ്ടി കോവിൽകണ്ടി എന്ന പേരിൽ ലോഹിച്ചാണ് കൊയിലാണ്ടിയായി മാറിയിരിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. മതസാഹോദര്യത്തിന്റെ ഉപ്പുകാറ്റ് വീശുന്ന കൊയിലാണ്ടിയുടെ തിരുഹൃദയത്തിൽ അനേകായിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന നമ്മുടെ വിദ്യാലയം. We all know the history of Koilandi, the beauty of its people and culture. As students, we all are honored to be studying in such a school where many successful people had started their journey. Our school has created many wonderful people. In 2015, the boys only school started providing education for girls also, so that girls and boys can be educated equally. Our school's legacy is too long, so let me make it short and end this right here. Let us all be a part of today's school. Thank you. ഇനി 2 ദിവസങ്ങളായി നമ്മുടെ സ്കൂളിൽ കലാകാരന്മാരുടെ വൈഭവ കാഴ്ചകളിലേക്ക് മിഴി തുറക്കുകയാണ്. എല്ലാവരും കൈയ്യടി കൊടുത്ത്. അതെ, വൈഭവം 2025 കലയുടെയും ആഘോഷത്തിന്റെയും ഉത്സവ കാഴ്ചകളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തീർത്തും വേറിട്ട ഒരു ഉദ്ഘാടന പരിപാടിയാണ് നാം ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിലെ കലാകാരന്മാരാണ് ഈ ഉദ്ഘാടന ചടങ്ങിന് ധന്യമാക്കുന്നത്. കൂടെ വിശിഷ്ട അതിഥിയായി പ്രസിദ്ധ കാർട്ടൂണിസ്റ്റും GVHSS പയ്യോളിയുടെ പ്രിൻസിപ്പളുമായ ശ്രീ സജിത്രൻ പേരാമ്പരെ നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈത്താറിന് വേണ്ടി നമ്മുടെ ഉദ്ഘാടനം കലാപരമായിട്ട് തന്നെ നടത്താൻ എന്നാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ മ്യൂസിക് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ചിത്രം വരെയൊക്കെ ആയിട്ട് നമുക്ക് കലകളുടെ ഈ സംഗമ വേദി അതേ രീതിയിൽ തന്നെ നമ്മൾ സാർ വരുത്താൻ പോവാണ്. അപ്പൊ നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം.
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ പ്രദീപ് സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല, അതിൻ്റെ ഒരുക്കങ്ങൾ കാണുന്നതും ഈ ഒരുക്കങ്ങളിലൊക്കെ വലിയ സൗഹൃദങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ നമുക്കില്ലാതെ പോകുന്നത് ഈ സൗഹൃദങ്ങളാണ്. അതുകൊണ്ട് എല്ലാ കലാമേളകളും ഉള്ളിലുള്ള സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കാനും ഉള്ളിലുള്ള കാരുണ്യത്തെ പുറത്തേക്കെടുക്കാനും ഒക്കെയുള്ള വലിയ സന്ദർഭങ്ങളാണ്. ആരാണ് മനുഷ്യനെന്നുള്ള ചോദ്യത്തിന് ശ്രീനാരായണൻ പറയുന്ന ഉത്തരം അരുളുള്ളവനാണ് ജീവി എന്നാണ്. അരുൾ എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. ഉള്ളിൽ കാരുണ്യമുള്ള ഒരാളാണ് മനുഷ്യൻ എന്നാണ്. ഈ കാരുണ്യത്തെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു സന്ദർഭമാണ് എല്ലാ സാറിന് നല്ലൊരു കൈ തന്നെ കൊടുക്കാം. നമുക്കിനി ഒരു പാട്ട് കൂടി കേൾക്കാം. ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സീനിയർ അസിസ്റ്റന്റായ ബിജു മാമിനാണ്. മാമിനെ നമുക്ക് ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാം. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നമുക്കൊരു നവ്യാനുഭവം തന്നെ നൽകിയ ഈ ഒരു ഉദ്ഘാടന വേദി നമുക്ക് ഏവർക്കും ഒരു പുത്തൻ ഉണർവ് നൽകുന്ന ഒന്ന് തന്നെയാണ്. അതിനുള്ള സന്തോഷം ഞാൻ സൈത്രൻ സാറിനോടും ഈ വേദിയിലെ പരിപാടി അവതരിപ്പിച്ച കുട്ടികളോടും നമ്മുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരോടും അങ്ങേയറ്റം സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികൾ തുടങ്ങുകയാണ്. നമ്മുടെ സൈത്രൻ സാറിന് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഈ മനോഹരമായ ആ ഒരു കാർട്ടൂണിലെ ആ ചിത്രത്തിലെ നാല് കൊളാഷിലേക്ക് വളരെ ചുരുങ്ങിയ സമയം, വെറും 5 മിനിറ്റ് കൊണ്ട് ഇത്രയും മനോഹരമായ കലാരൂപങ്ങൾ ക്യാൻവാസിലേക്ക് പതിപ്പിക്കുക. അതാണ് ഒരു കലാകാരൻ. അതെ, നമ്മുടെ ഏറ്റവും വലിയ സ്നേഹോപഹാരം നമ്മുടെ സാർക്ക് നൽകുകയാണ്. പ്രിൻസിപ്പൽ സാറും ടീച്ചറും കൂടെ സ്കൂളിന്റെ ഉപഹാരം സാർ നൽകും. അതിനുശേഷം അല്പം സംസാരം സാർ നൽകും. അതോടെ നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി പൂർണ്ണമാണ്. സാർക്കുള്ള സ്നേഹോപഹാരം നൽകാൻ വേണ്ടി പ്രദീപൻ സാറേയും രഞ്ജു ടീച്ചറെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ നല്ല കൈയ്യടി സാർക്ക് നൽകാം. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഥകളിയുടെയും മോഹിനിയാട്ടത്തിന്റെയും ഭരണാട്ടത്തിന്റെയും പ്രസംഗ കലയുടെയും സംഘമേളത്തിന്റെയും സാന്നിധ്യം നമ്മുടെ വേദിയിൽ വിരിയിച്ചൊരുക്കിയ മഹാനായ കലാകാരൻ സൈത്രൻ സാറിന് സ്നേഹപൂർവ്വം നൽകി സാർ നമ്മോട് 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം നന്ദി നമ്മുടെ പ്രോഗ്രാം കൺവീനർ ശ്രീ സാർ പറയും. പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാസ്റ്റർ, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ കലോത്സവത്തിന് തിരശ്ശീല ഒരുങ്ങിയാണ്. ഞാനിവിടെ വരച്ചത് കുറെ കലകളുടെ ഒരു സമ്മേളനം എന്നുള്ളതായിരുന്നു. അത് ഞാൻ എഴുതിയത് കല, സ്നേഹം, സത്യം എന്നായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകളെ ഒന്നിച്ച് ചേർക്കുന്നതും സ്നേഹത്തിന്റെ ഭാഷയിലും അവരൊക്കെ ഒന്നിച്ച് പ്രായോഗികമാക്കുന്നതൊക്കെ തന്നെയും മഹത്തായ കല എന്ന് പറയുന്ന ആശയമാണ്. ഈ അവർ നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് മാറട്ടെ, നല്ല മികച്ച കലാകാരന്മാരായിട്ട് മാറട്ടെ. എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ആശംസകൾ നൽകുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഏറ്റവും നല്ല ഗംഭീരമായിട്ട് നടത്തട്ടെ. മികച്ച വിജയം നിങ്ങൾക്ക് മുന്നോട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വേദി 4 ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം.
9 നെയ്യൊത്ത കരളാണല്ലോ കരികല്ലി കഥനനയും കൽപ്പ കളഭത്തിൻ കുളിരൻ നെറ്റിയിലില്ലാതെ മറുവണ്ണയുണ്ണുവാൻ ഒരു തുള്ളിയില്ലാതെ കളഭത്തിൻ കുളിരൻ നെറ്റിയിലില്ലാതെ മറുവണ്ണയുണ്ണുവാൻ ഒരു തുള്ളിയില്ലാതെ പീതാംബരത്തിൻ മുറിവുകളില്ലാതെ വെറുമൊരു ശിലയായി കണ്ണനിരിക്കുന്നു. Good afternoon, teachers and my dear friends. Now I am here standing because I want to share my thoughts about social media and social commits. I hope that my words will inspire you and make you guys a new perspective. The topic is social media and social commits. We know that when social media came, our sharing, our communicating has all changed. Now there is Facebook, Instagram. The result of the English elocution competition, high school, court number 3 with first A grade. வணக்கம் பெரியோர்களே, நண்பர்களே. நான் இங்கு சொல்ல போகிற கவிதை வைரமுத்து அவர்களின் மரங்களே பாடுவேன். வாரம் வள்ளுவரே, மக்கள் பண்பில்லாதவரே, என்ன சொன்னீர்? மரம் என்றீர். மரமென்றால் அவ்வளவா மட்டமா? வணக்கம் அவ்வையே, நீட்டோலவாசியான் யார் என்றீர்? மரமென்றீர். மரமென்றால் அத்தனை இழவா? பக்கத்தில் யாரது? பாரதி தானே. பாஞ்சாலி மீர்க்காதே பாம்பரே, என்னவென்றீர்? நட்டை மரங்கள் என்றீர். മരങ്ങൾ എന്നാൽ അവളവ കേവലമാ? മരം സൃഷ്ടിയിൽ ഒരു ചിത്രം, ഭൂമിയിൽ ആശ്ചര്യക്കൊരു നിനക്ക് നിനക്ക് നെഞ്ചൂരം അനുഭവം. മറന്താൻ എല്ലാം മറന്താൻ, മറന്താൻ മറന്താൻ മനിതൻ മറന്താൻ. മനിതാ മനിതനാക വേണ്ടുമാ? മരത്തിடம் வா, ஒவ்வொரு மரம் போதி மரம். நன்றி. ഹൈസ്കൂൾ വിഭാഗം തമിഴ് പദ്യചൊല്ലൽ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുന്ന കോഡ് നമ്പർ 1. King of Sun, a wedding ring, a cup of milk, her God, her Lucifer. Beware, beware, out of the ash I arise with red hair, and I eat men like me. Thank you. And immersive and technically difficult. I want to see your jaw hit the floor before I reach the grand finale. My fingers trembling, rough with calluses, but I don't want calluses. I want soft, smooth hands to hold your hands. I want to be the Code number 1, first with A grade. Code number 3, second with A grade. Code number 2. ദിവസത്തെ കലോത്സവ പരിപാടി കഴിഞ്ഞു. എനിക്ക് എല്ലാം ഒന്ന് കവർ ചെയ്ത് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തമിഴ് പദ്യത്തിനും ഇംഗ്ലീഷ് സ്പീച്ചിനും ഫസ്റ്റ് ഗ്രേഡും ഇംഗ്ലീഷ്
പോം റെസിറ്റേഷന് സെക്കൻഡ് വിത്ത് എ ഗ്രേഡാണ് കിട്ടിയത്. നമ്മൾ ഓവറോൾ ചാമ്പ്യനായ ഞങ്ങളെ ഗ്രൂപ്പായ യമുന ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.